ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ. അപ്പോൾ ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോണത് ഒരു ഒറോട്ടി ചെമ്മീൻ കറിയാണ്. അപ്പോൾ ഒറോട്ടിക്ക് എങ്ങനെ പൊടി പൊടിക്കുക, അരി പൊടിച്ചെടുക്കുക എന്നുള്ളതും കൂടി അടക്കം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം പലർക്കും മലപ്പുറം ഭാഗത്തൊക്കെ പലർക്കും അറിയാത്തൊരു വേർഷനാണ് ഒറോട്ടി പൊടി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലൊന്ന് കാണിക്കാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 3 പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു പാത്രം സാദാ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി, പിന്നെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് വീട്ടിൽ നമ്മൾ ചോറൊക്കെ വെക്കണ കുറുവരി, പിന്നെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി. അപ്പോൾ ഇങ്ങനെ മൂന്ന് അരിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിന് റേഷൻ പിടിയിൽ അരി തന്നെ 2 പാത്രം ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ല, ഒരു പാത്രം കുറുവരി 2 പാത്രമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു ഓട്ടപാത്രത്തിലേക്ക് വാരി വെക്കുക. കണ്ണൂർ ഭാഗത്തൊക്കെ ഈ ഒറോട്ടിപ്പൊടി നേരെ കഴുകുക, വാരുക, വെള്ളം ഒലർന്ന് കഴിഞ്ഞാൽ നേരെ മില്ലിലേക്ക് കൊടുത്തു വിടുകയാണ്. പക്ഷെ നമ്മളവിടെ അങ്ങനെ പൊടിച്ച് കിട്ടൂല ഈ ഭാഗത്തൊന്നും. ചില സ്ഥലത്തൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ ഏരിയയിൽ ഒന്നും അങ്ങനെ പൊടിച്ച് കിട്ടൂല. മില്ലിലേക്ക് വിളിച്ച് വെച്ചാൽ പറഞ്ഞ് ശരിക്ക് വെള്ളം തോർന്ന് 1 ദിവസം 2 ദിവസം ഉണക്കിയതിന് ശേഷം കൊണ്ടിരുന്നു. പക്ഷേ അരി കഴുകി ഞാൻ പൊതുവെ വെയിലത്ത് അരി ഇടലില്ല. അപ്പം ഞാൻ ഒരു തുണി വിരിച്ച് തുണിയിൽ ഡൈനിങ് ടേബിൾ മേലെ നിരത്തി അങ്ങനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയി പൊടിച്ചു തന്നപ്പോൾ നല്ല സൂപ്പറായിട്ട് പൊടിച്ചൊക്കെ തന്ന്. പക്ഷെ കണ്ണൂർകാർ ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടാക്കും എന്ന് പറയലുണ്ട്. പക്ഷെ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് അത്രത്തോളം അതിൻ്റെ സൈഡിനൊരു വെള്ളിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ചുടുവെള്ളത്തിൽ കുഴച്ച് നോക്കി, പച്ചവെള്ളത്തിലും കുഴച്ച് നോക്കി. പച്ചവെള്ളത്തിൽ കുഴച്ച പത്തിരിക്കൊന്നും ഒറോട്ടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ചൂടുവെള്ളത്തിലുള്ള കുഴച്ചതാണ് ഒറോട്ടിയാണ് ഉഷാറായിട്ട് കിട്ടിയത്. അപ്പം നമ്മൾ പരീക്ഷിച്ച് അങ്ങനെ എക്സ്പേർട്ട് ആവും അതിൽ. അപ്പോൾ ഞാനത് 2 ദിവസം ഏകദേശം 3 ദിവസത്തോളം, 2 ദിവസം 1 ദിവസത്തിൻ്റെ പകുതി 2 ദിവസത്തോളം ടേബിളിലിട്ടിട്ട് തുണിയൊക്കെ വിരിച്ചതിൻ്റെ മേലെ തുണിയൊക്കെ ഇട്ടുകൊണ്ട് ഉണക്കി പൊടിച്ച് വന്നപ്പോൾ പൊടി നല്ല സൂപ്പർ പൊടിയാണ്, പൊടിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1/2 കപ്പ് പൊടി എടുത്തിട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് കുഴച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. ചുടുവെള്ളമൊന്നുമല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് ഇതാണ് ഞാൻ പറയുന്നത്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് അത് നല്ലതുപോലെ കുഴച്ചെടുത്ത്. അപ്പം കണ്ണൂർ ഒറോട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയൊരു സംഭവമാണെന്ന്. അപ്പോൾ അത് വലിയ പ്രയാസമുള്ളൊരു പണിയൊന്നുമല്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതന്നെ ഉള്ളൂ. പിന്നെ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ശരിക്ക് കുഴച്ച് പാകമൊക്കെ ആക്കി എടുത്ത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് പച്ചവെള്ളത്തിൽ പെട്ടെന്ന് കുഴച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു വെള്ളിച്ച മാതിരി അങ്ങനെ വരിക. നമ്മൾ ചുട്ട് ഇപ്പോൾ ശരിയാവും എന്നുള്ളതാണ് അവർ പറയലേ. അത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഇത് വെച്ച് പലതും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നോരോന്ന് പരീക്ഷിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് ഞാൻ ചെയ്യണതാണ്. അപ്പോൾ ഞാനിതിൽ കൂടുതൽ എക്സ്പേർട്ടൊന്നും അല്ല, ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ ചെയ്ത് നോക്കിയത് നിങ്ങളുടെ മുന്നിലേക്കും കൂടി ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇല വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ പരത്താൻ. ചില കണ്ണൂർക്കാരൊക്കെ നേരെ പാനിൽ തന്നെ വെച്ചിട്ട് പരത്തുന്നത് കാണാം. പക്ഷെ നമുക്ക് അങ്ങ് എത്രത്തോളം പരത്താൻ കഴിയുമെന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ അത് നേരെ ഒരു കവറ് എടുത്തിട്ട് ഈ പത്തിരി കല്ലിൻ്റെ മേലെ വെച്ചുകൊണ്ട്, പരത്തണ കല്ലിൻ്റെ മേലെ വെച്ചുകൊണ്ട് കൈയിൻ്റെ ഉള്ളനടി വെച്ച് പരത്തിയെടുക്കുകയാണ്. കയ്യിൽ ലേശം വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്. അപ്പോൾ തിന്നാൻ സംഭവം ടേസ്റ്റ് ഉണ്ട്.
ടേസ്റ്റുള്ള സംഭവം തന്നെയാണ്. നല്ല ബീഫ് കറിൻ്റെ കൂടെ ഞാൻ പച്ചവെള്ളത്തിൽ കുഴച്ച് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ, അത് ബീഫ് കറിൻ്റെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള സംഗതി തിന്നാൻ. അപ്പം അങ്ങനെ ഞാൻ ഇതൊക്കെ ചുട്ട് എടുത്ത് ഞാൻ ഇന്നത് ചെമ്മീക്കറീൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കി. ചെമ്മീക്കറിയാണ് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കോംബോ ഒക്കെ ആയിനി. വെള്ളം കുറച്ച് ചെമ്മീക്കറി ഉണ്ടാക്കി. അപ്പോൾ വേവാൻ മറ്റേ നമ്മളെ നെയ്സ്പത്തിരി മറ്റേ പത്തിരി ഒന്നും ചുട്ടെടുക്കണ മാതിരി പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റില്ല. തിരിച്ചു മറിച്ച് ചുട്ട് തന്നെ വേവിച്ച് എടുക്കണം. കൂടുതൽ തീ കത്തിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സാവകാശം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. വലിയ പ്രസ് പത്തിരി കല്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തി കഴിഞ്ഞാൽ 3-4 ഇട്ടെടുക്കുക. അതിന് കൂടുതൽ വലുപ്പത്തിൽ ഇത് കാണില്ല. ഒരു പൂരിൻ്റെ ഒക്കെ വലുപ്പത്തിൽ അത് കാണലുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഒരു 3 ഒരുമിച്ചിട്ട് കണ്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അരി പൊടിക്കണതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനേക്കാളും വലിയ കൂടുതൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രൂപം ഉണ്ടെന്നുണ്ടെങ്കിൽ, വ്യത്യസ്തമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. അറിയണ പോലെ ഉണ്ടെങ്കിൽ, കണ്ണൂർക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് അരി പൊടിക്കൽ, ഇങ്ങനെ തന്നെയാണ് ഇത് കുഴക്കണയിലോ പരത്തണയിലോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. കണ്ണൂർക്കാരോട് പറഞ്ഞത് കണ്ണൂർക്കാർക്ക് ഇത് കൂടുതൽ അറിയണതുകൊണ്ടാണ് കേട്ടോ. അതെല്ലാം ആർക്കും അറിയണമെന്നുണ്ടെങ്കിലും കമൻ്റായിട്ട് അറിയിക്കേണ്ടി. പിന്നെ ഞാൻ അതൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെമ്മീൻ കറിയല്ല, കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അല്ല, ഉള്ള കറിയാക്കിയിട്ടല്ല, ഒരു പുരട്ട് മാതിരിയൊക്കെ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് പിന്നെ അതിലേക്ക് ഒരു 3-4 മണി ഉലുവ ഇട്ടെടുത്ത്, പിന്നെ 2 ചെറിയ സവാളി, ഒരു വെളുത്തുള്ളി, ഒരു ഇഞ്ചി കഷ്ണം, ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും, ഒരു 3 പച്ചമുളക് കൂടി ചോപ്പറിലിട്ടൊന്ന് ചതച്ചിട്ടെടുത്തിട്ട് അത് നേരെ ഇതിലേക്ക് ഇട്ടെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുത്ത്, പിന്നെ കറിവേപ്പില ഇട്ടെടുത്ത്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത്, പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി അവനവൻ്റെ എരിവിന് എത്ര വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യട്ടോ. പക്ഷെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയുള്ള കറിയല്ലേ എന്ന് ഉദ്ദേശിച്ചാണ് എരിവൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നല്ലതുപോലെ അതിൻ്റെ ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് 2 തക്കാളി അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി നല്ലതുപോലെ ഒന്ന് വഴണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചെമ്മിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത്, വെള്ളം ആക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ല വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് അങ്ങനെയും വേവിക്കട്ടെ. അപ്പോൾ ചെമ്മി ആകുമ്പോൾ അതിന് നല്ല വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ ഒഴിക്കണ വെള്ളം ഒന്ന് വെന്ത് പാകമായി വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ. ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.